2026 വർഷഫലം. ഉത്രാട നക്ഷത്രത്തിന്റെ കാൽഭാഗം ധനു രാശിയിലും മുക്കാൽ ഭാഗം മകരൻ രാശിയിലാണ് വരുന്നത്. ഉത്രാട നക്ഷത്രത്തിന്റെ കാൽഭാഗത്ത് 7ാം ഭാവത്തിലായിരുന്നു വ്യാഴം. മകരൻ രാശിയിലുള്ളവർക്ക് 6ാം ഭാവത്തിലായിരുന്നു വ്യാഴം. അപ്പൊ 6ല് വ്യാഴം നിൽക്കുന്നത് ധനപരമായിട്ടുള്ള പല പ്രതിസന്ധികളാണ് അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് 7ലേക്ക് കർക്കിടകത്തിലേക്ക് വ്യാഴം വരുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ദാമ്പത്യമായിട്ടുള്ള സംഭവങ്ങൾക്കും ഏറ്റവും ഒരു പുരോഗതി ഉണ്ടാവും. ഭർത്താവിന്റെ ഭാവത്തിലെ സാമ്പത്തിക കുറവ് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു മകരൻ രാശിക്കാർക്ക്. പക്ഷെ അവർക്കൊരു മനോബലമുണ്ട്. അവിടെ 3ല് ശനി നിൽക്കുകയല്ലായിരുന്നു. 3ല് ശനി നിന്നാ മുടി വെച്ച് വാടുന്നാണ് പറയാ. ഇവിടെ വ്യാഴം കൂടി ഇത്തിരി അനുകൂലമായിട്ട് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഇത്തിരി കൂടി ആ ശനിയുടെ ഫലം കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മകരൻ രാശിയിൽ ഇരിക്കുന്ന ഉത്രാട നക്ഷത്രക്കാര് എന്ത് കാര്യത്തിനും പുറപ്പെടുമ്പോൾ വിഘ്നേശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വ്യാഴത്തിനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ് മകരൻ രാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക്. ധനു രാശിയിലിരിക്കുന്നവർക്ക് ഈ അഷ്ടമത്തിലെ വ്യാഴം രോഗങ്ങളെ വരുത്തുന്നുണ്ട്. പിന്നെ നമ്മുടേതായ കാര്യങ്ങൾ കുറച്ച് വാക്കുകളൊക്കെ സൂക്ഷിച്ച് നിൽക്കുക, മൗനമായിട്ടിരിക്കുക, മെഡിറ്റേഷനൊക്കെ നന്നായിട്ട് ചെയ്യുക. ഉത്രാട നക്ഷത്രക്കാര് 2 കൂറിൽ പെടുന്നവരും 2 തരത്തിലാണ് അനുഭവങ്ങൾ വരിക. അപ്പം അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക.